തിരുവാഭരണങ്ങൾ അണിഞ്ഞ അയ്യപ്പനെ കാണാൻ പതിനായിരങ്ങൾ. മകരസംക്രമ നാളിൽ ശബരിമലയിലെ ശ്രീ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളാണ് പന്തളത്തേക്ക് തിരികെ പോകുന്ന വഴി റാന്നി, പെരുന്നാട്, കക്കാട്, കോയിക്കൽ ശാസ്താക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിലും ചാർത്തുന്നത്. சுவாமியை சரணமையப்பா. பெருநாடு சாஸ்தா க்ஷேத்திரத்தில் இன்று சபரிமலையில் அணிவிக்கப்படுகின்ற திருவாபரணம் முதல் முறையாக சபரிமலையிலும், இரண்டாவது பெருநாடிலும், மூன்றாவது பந்தளத்திலும் சாற்றப்படுகிறது. இன்று பெரும் விசேஷமாக இங்கே கொண்டாடப்படுகிறது. இது பெண்களின் சபரிமலையாக அனைவருக்கும் தெரிவிக்கப்பட்டு பல லட்ச பக்தர்கள் இன்று வந்து திருவாபரண தரிசனம் கண்டு கழிக்கிறார்கள். எங்களுக்கும் இது ஒரு பெரும் பாக்கியம். நாங்கள் சென்னையிலிருந்து வந்து இந்த தரிசனத்தை காண வந்துள்ளோம். ശബരിമലയിൽ പോയി സ്ത്രീകൾക്ക് തിരുവാഭരണ ദർശനം കാണാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ തിരുവാഭരണ ശബരിമലയിൽ ചാർത്തിയ തിരുവാഭരണം തന്നെ തിരിച്ചു വരുന്ന സമയത്ത് പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് കാണുവാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ജനുവരി 21-ാം തീയതി ഇവിടെ ചാർത്തും. അങ്ങനെ ദൂരെ ഉള്ള ദേശത്ത് നിന്നും ധാരാളം സ്ത്രീകൾ ഇവിടെ വന്ന് അയ്യപ്പനെ കണ്ട് ഈ തിരുവാഭരണം കണ്ട് ദർശന സായുജ്യം അടഞ്ഞ് പോകുന്ന. പാലക്കാട് ഞങ്ങൾ വരുന്നത് തിരുവാഭരണം കാണാൻ വേണ്ടി. അയ്യപ്പൻ്റെ 18-ാം പടി ചവിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാവരും ഇവിടെ വന്ന് 2 ദിവസം താമസിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ദർശനം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അതുകൊണ്ട് നന്നായി കണ്ടു, ഞങ്ങൾക്ക് സന്തോഷമായി. നാട്ടിലെ ക്ഷേത്രമല്ലയോ ഞങ്ങളുടെ അയ്യപ്പൻ, ഞങ്ങളുടെ നാട്ടില്. അപ്പം ശബരിമല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിദ്രാരൂപത്തിലാണ് അവിടെ കുടികൊള്ളുന്നത്. വെറും ഈ 3 മാസം മാത്രമേ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉള്ളൂ. മറ്റു സമയത്ത് പെരുന്നാട് കക്കാട്ടുകോയിക്കലായിരിക്കും ഭഗവാന്റെ സാന്നിധ്യമുള്ളത് എന്നാണ് പ്രമാണം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇവിടെ അന്യസംസ്ഥാനത്തിൽ നിന്നുൾപ്പെടെ പതിനായിരങ്ങളാണ് എത്തുന്നത്. യുവതികൾക്ക് ശബരിമലയിൽ ദർശനത്തിന് വിലക്കുള്ളതിനാൽ സ്ത്രീകളുടെ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്ന് വെളുപ്പിന് 2:30 വരെ തിരുവാഭരണങ്ങൾ അണിഞ്ഞ ധർമ്മശാസ്താവിനെ ദർശിക്കാൻ ഭക്തർക്ക് സൗകര്യമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.